ജനായത്തം ഒരു പാഠഭേദം. എഴുതിയത് ശ്രീ M.K. ചാന്ദ്രാജ്. ടെലിഫോൺ നിർത്താതെ ഒച്ച വയ്ക്കുന്നത് കേട്ട് കേശിനി അസ്വസ്ഥയായി. ഇന്നലെ ഏറെ വൈകിയാണ് ഭർത്താവ് വീട്ടിലെത്തിയത്. മുഖ്യ തിരഞ്ഞെടുപ്പ് അധികാരി ആയതിനാൽ അടുത്ത ദിവസം തിരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നിന്നുള്ള വിവരങ്ങൾ അപ്പോൾ അറിയുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും വേണം. പലയിടങ്ങളിലും അക്രമ സംഭവങ്ങൾ ഉണ്ടാകാനിടയുള്ളതായി കുറ്റാന്വേഷക വിഭാഗത്തിന്റെ മുന്നറിയിപ്പുണ്ടായിട്ടുണ്ട്. അവിടൊക്കെ പോലീസിനെയും ആവശ്യമെങ്കിൽ പട്ടാളത്തെയും നിർത്തണം. ക്ഷീണിച്ചു തളർന്ന മനസ്സുമായി വളരെ വൈകിയുറങ്ങിയ ബലവാനെ എങ്ങനെ വിളിക്കും? പക്ഷെ വിളിക്കാതിരുന്നാലോ? കൂർക്കം വലിച്ചുറങ്ങുന്ന അയാളെ തെല്ലിട കൗതുകത്തോടെ നോക്കി നിന്നു. പിന്നെ അയാളെ ഉണർത്താതെ കേശിനി ഫോൺ എടുത്തു. ഹലോ, ഗെറ്റ് മീ മിസ്റ്റർ S.L. ബൽവാൻ. ഏതോ ഉയർന്ന ഉദ്യോഗസ്ഥനായിരിക്കണം. ബലവാനെ ഇവിടെയുള്ളവർ ബൽവാൻ എന്നേ വിളിക്കൂ. അങ്ങനെയേ അവരുടെ നാവിനു വഴങ്ങൂ. കേശിനി അയാളെ തട്ടിയുണർത്താൻ ശ്രമിച്ചു. എസ് മിസ്റ്റർ വർമ്മ, ബൈ ആൾ മീൻസ്. ഉറക്കത്തിനിടയിൽ പുറത്തു വന്ന വാക്കുകൾ കേട്ട് അവൾക്ക് ചിരി വന്നു. സ്വപ്നത്തിൽ ഏതോ ഉദ്യോഗസ്ഥനുമായി സംസാരിക്കുകയാണ്. ഓ, ഇങ്ങനെയൊരു വർക്ക് ഹോളിക് എന്ന് താൻ പറയാറുള്ളതും അതിനയാൾ ഏതായാലും വർക്ക് ഹോളിക് അല്ലല്ലോ എന്നുരുവിട്ട് പുണരാറുള്ളതും അവൾ ഓർത്തു. അയാൾ മറുവശത്തേക്ക് ചരിഞ്ഞുകിടന്നു. കേശിനിയുടെ ശക്തമായ തട്ടിയുണർത്തലിൽ അയാൾ കണ്ണു തുറന്നു. ഫോണിൽ സംസാരിക്കുമ്പോൾ അയാളുടെ മുഖം വിവർണമാകുന്നതും പെട്ടെന്ന് ഫോൺ വയ്ക്കുന്നതും കേശിനി ശ്രദ്ധിച്ചു. വളരെയേറെ നിർബന്ധിച്ചപ്പോഴാണ് സന്ദേശത്തിന്റെ പൊരുൾ അയാൾ പറഞ്ഞത്. രഹസ്യ വിവരമാണ്. മേഹമിലെ ചില ബൂത്തുകൾ പിടിച്ചെടുക്കാൻ ചിലർ പദ്ധതിയിട്ടിട്ടുണ്ട്. വളരെയേറെ ജാഗ്രത വേണം. അധികാരം തൊട്ടതിനെയൊക്കെയും അശുദ്ധമാക്കുന്നുവെന്ന് ഷെല്ലി പറഞ്ഞത് ബലവാൻ ഓർത്തു. പണം, മതം, വർഗീയത ഇവയൊക്കെ അധികാരവുമായി ചേർന്ന് നമ്മുടെ തിരഞ്ഞെടുപ്പുകളെ വെറും പ്രഹസനമാക്കി മാറ്റുന്നു. കാപ്പി കുടിച്ചു പോയാൽ പോരെ? കേശിനിയുടെ ചോദ്യം കേൾക്കാത്ത മട്ടിൽ അയാൾ ധൃതിയിൽ വസ്ത്രം ധരിച്ചു. പിന്നെ ഇന്നലെ കൊല്ലത്തു നിന്ന് വല്യമ്മാവൻ വിളിച്ചിരുന്നു. അച്ഛന്റെ ആണ്ടുബലിക്ക് എല്ലാരും ഒത്തുകൂടണമെന്ന്. അമ്മാവൻ വീണ്ടും വിളിക്കും. ഞാൻ എന്തു പറയണം? ഓ എന്റെ കേശിനി, ഹരിയാനയിൽ നിന്ന് അത്ര ദൂരത്തേക്ക് ഈ തിരക്കിനിടയിൽ ഒരു യാത്ര. ആനക്കാര്യത്തിനിടയിൽ നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാതെ. അവളുടെ മുഖത്ത് കരിനിഴൽ പടർന്നതും നിശബ്ദമായ ഒരു തേങ്ങൽ ഉള്ളിലമർന്നതും അയാൾ അറിഞ്ഞില്ലെന്ന് വരുത്തി. ഡെമോക്രസിയുടെ കാവൽ നായയാണ് ഞാൻ. നിന്നെപ്പോലും ചിലപ്പോൾ മറന്നുപോകും എന്നൊക്കെ ഒട്ടു തമാശ കലർത്തി പറയാറുള്ളതും നീണ്ടുകിടക്കുന്ന കേശസമൃദ്ധിയിൽ കേശിനി അയാളുടെ മുഖം ബലമായി പൂഴ്ത്താറുള്ളതും അയാൾ മറന്നില്ല. അയാൾ പുറത്തേക്കിറങ്ങിക്കഴിഞ്ഞിരുന്നു. യാത്രക്കിടയിൽ കേശിനിയുടെയും വല്യമ്മാവന്റെയും മുഖങ്ങൾ നിഴലുകൾ പോലെ മിന്നിമറഞ്ഞു. ആ ഓർമ്മകൾക്കു മീതെ വഴിയോര കാഴ്ചകൾ നിറച്ചുവെച്ചു. ബൂത്തുകളിലെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ അവസാനവട്ടം പരിശോധന പൂർത്തിയാക്കി മടങ്ങുമ്പോൾ വെയിൽ ചാഞ്ഞു തുടങ്ങിയിരുന്നു. മേഹമിലെ കരിഞ്ഞുണങ്ങിയ കൃഷിയിടങ്ങളിൽ ഗ്രാമീണർ നടന്നു നീങ്ങുന്നു. ഒട്ടുമുക്കാലും അർദ്ധനഗ്നർ. എല്ലുന്തിയ കവിളുകൾ, മെലിഞ്ഞുണങ്ങിയ ശരീരങ്ങൾ. സ്ത്രീകളുടെ മെഴുക്കുപുരണ്ട വസ്ത്രങ്ങൾ പിടിച്ചുവലിച്ച് ഒന്നുമുടുക്കാത്ത കുട്ടികൾ. ചില സ്ത്രീകൾ കുടിവെള്ളത്തിനായി ഒക്കത്ത് കുടവുമേന്തിയാണ് യാത്ര. പെട്ടെന്ന് ബലവാൻ വണ്ടി നിർത്താൻ പറഞ്ഞു. സെക്യൂരിറ്റിക്കാർ മുഖം കോട്ടി, പുരികം ചുളിച്ചു. ഇവർക്ക് വല്ല ഭീകര ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടെങ്കിൽ? അതെ, ഈ മുഷിഞ്ഞ ഭാണ്ഡങ്ങളിൽ എല്ലാറ്റിനെയും തീയിലുരുക്കി ഭസ്മമാക്കാൻ കരുത്തുള്ള സഹനത്തിന്റെയും ജീവിത നൊമ്പരങ്ങളുടെയും എരിതീയുണ്ടാവും. RDXനേക്കാൾ 1000 മടങ്ങ് ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ. നിങ്ങൾക്കതറിയില്ല കൂട്ടരെ. ഒരു നേരം പോലും മണ്ണടുപ്പ് പുകയാത്ത ചാളകളും ആദിവാസി കുടിലുകളും നിങ്ങളുടെ ദൂരദർശിനി കുഴലുകളിൽ പതിങ്ങിയിട്ടുണ്ടാവില്ല. സാരമില്ല, നിർത്തൂ. നിങ്ങൾ ഭയപ്പെടേണ്ട. കാർ നിർത്തി. അയാൾ പുറത്തിറങ്ങി. മരത്തണലിൽ തളർച്ചയാറ്റാനായി നിന്ന ഒരു ഗ്രാമീണനെ അടുത്തു വിളിച്ചു. 10-60 വയസ്സ് കാണും.
പുകയിലക്കറ പിടിച്ച പല്ലുകൾ കാട്ടി ചിരി വരുത്താൻ ശ്രമിച്ചു. പോലീസുകാരും മറ്റും ഉള്ളതുകൊണ്ടാവാം മുഖത്ത് ഭയത്തിന്റെ മിന്നലാട്ടം. തൊഴുകൈയോടെ അടുത്തു വന്നപ്പോൾ ചോദിച്ചു, പേര്? ഹീരാദാസ്. കുശലാന്വേഷണം നടത്തിയപ്പോൾ ദുരിത ജീവിതഭാണ്ഡം കെട്ടഴിച്ചു. ഭാര്യ കുറേ വർഷം മുമ്പേ മരിച്ചു. മക്കൾ 4 പേർ. ആണുങ്ങൾ 3 പേരും ജമീന്ദാരുടെ കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്നു. ഇളയ മകൾ മുംബൈയിലാണ്. ഏതോ പ്രമാണി വീട്ടുവേലയ്ക്കായി കൊണ്ടുപോയതാണ്. മരിക്കും മുമ്പേ അവളെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇതുവരെ അവളെ കൊണ്ടുവന്നിട്ടില്ല. പലവട്ടം ആവശ്യപ്പെട്ടതാണ് പലരോടും. അവൾക്കവിടെ ലീവ് കിട്ടാത്ത പണിയാണത്രേ. അവൾ ഏറ്റവും ഒടുവിലയച്ച മുഷിഞ്ഞു തുന്നിയ കത്ത് അടിവസ്ത്രങ്ങളിൽ നിന്ന് എടുത്തുകാട്ടി. 4-5 മാസം പഴക്കമുള്ള കത്തിലെ വിലാസം കാമാത്തിപുരത്തെവിടെയോ ആണ്. ചിലപ്പോൾ അവൾ പണം അയക്കാറുണ്ട്. ഈ വിലാസത്തിൽ ബന്ധപ്പെട്ട് അവളെയൊന്നു കാണാൻ തരമാക്കിയാൽ പുണ്യം കിട്ടും. ബാല്യകൗമാരങ്ങൾ കാമാത്തിപുരത്ത് സ്വയം ഹോമിച്ച് ചണ്ടിയായി മാറിയ നിഷ്കളങ്കയായ പെൺകുട്ടിയുടെ നിശബ്ദമായ നിലവിളി ആ കത്തിൽ പുരണ്ടിരിക്കുന്നു. വെറുതെ ആ വിലാസം കുറിച്ചെടുത്തു. തിരഞ്ഞെടുപ്പിനെ പറ്റി തിരക്കി. തിരഞ്ഞെടുപ്പ് ദിവസം വരാൻ കാത്തിരിക്കുകയാണ് ഹീരാദാസിനെ പോലെ ഗ്രാമീണരൊക്കെ. ഈ ദിവസമാണ് വയർ നിറയെ എന്തെങ്കിലും കഴിക്കാൻ തരപ്പെടുക. സ്ഥാനാർത്ഥിയുടെ ആളുകൾ ഭക്ഷണവും 10 രൂപയും പിന്നെ കുടിക്കാൻ വല്ല വാറ്റും കൊടുക്കും. സ്ത്രീകൾക്ക് വാറ്റിനു പകരം വസ്ത്രങ്ങളും. വിവാഹിതയാണെങ്കിൽ സീമന്തരേഖയിൽ ചാർത്താൻ സിന്ദൂരവും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഏതു കക്ഷി വന്നാലും അവരുടെ പക്ഷമേ പറയാവൂ. മറിച്ചാണെങ്കിൽ തല കാണില്ല. അഹിംസയാണ് മനുഷ്യന്റെ നിയമം. ഹിംസയാവട്ടെ മൃഗങ്ങളുടെ നിയമവും. മുൻപ് എപ്പോഴോ വായിച്ച രാഷ്ട്രപിതാവിന്റെ വാക്കുകൾ. സ്വാതന്ത്ര്യത്തിന് വയസ്സേറി വരുംതോറും ആ വാക്കുകളിൽ നിന്ന് അർത്ഥം ചോർന്നു ചോർന്നു പോകുന്നത് പോലെ. വീണ്ടും യാത്ര തുടർന്നപ്പോൾ ബലവാന്റെ മനസ്സിൽ അടുത്ത ദിവസത്തെ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം മഷി പടർന്ന് അവ്യക്തമായിരുന്നു. അഴിമതിയുടെ വേരുകൾ ആണ്ടുകിടക്കുന്നത് തിരഞ്ഞെടുപ്പുകളിലല്ലേ? വൻകിട വ്യവസായികളിൽ നിന്നും കള്ളപ്പണക്കാരിൽ നിന്നും തിരഞ്ഞെടുപ്പ് ചിലവിനായി കൈപ്പറ്റുന്ന വൻ തുകകൾ മടക്കി കൊടുക്കേണ്ടത് ബാധ്യതയായി മാറുന്നു. വിഷം കലർന്ന കുടിവെള്ളം ജനങ്ങൾക്ക് വിതരണം ചെയ്യുമ്പോൾ പോലും അതിനു കാരണക്കാരായ വമ്പൻ സ്രാവുകൾക്ക് മുന്നിൽ ജനപ്രതിനിധികൾ പഞ്ചപുച്ഛമടക്കുന്നു. സത്യം പറയരുത്, കാണരുത്, കേൾക്കരുത്. മന്ത്രിതലത്തിൽ, ബ്യൂറോക്രാറ്റുകളിൽ, പിന്നെ താഴത്തെ തട്ടിൽ വരെ അഴിമതി വ്യാപിക്കുന്നു. തിരഞ്ഞെടുപ്പുകളിൽ അഴിമതി ഇല്ലാതാക്കാൻ ചില രാജ്യങ്ങളിൽ സംവിധാനമുണ്ട്. തിരഞ്ഞെടുപ്പ് ചെലവുകൾ സർക്കാർ തന്നെ വഹിക്കുക. സ്ഥാനാർത്ഥി സ്വന്തം കീശയിൽ നിന്ന് ഒന്നും ചെലവാക്കേണ്ട. പക്ഷെ ഒരു നിശ്ചിത ശതമാനം വോട്ട് നേടാൻ കഴിയാത്ത സ്ഥാനാർത്ഥി തുക മുഴുവൻ സർക്കാരിൽ തിരിച്ചടയ്ക്കണം. സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറയും. പിന്നെ അഴിമതിയുടെ വ്യാപ്തിയും തീരെ ചുരുങ്ങും. ഭരിക്കുന്നവർക്ക് ജനങ്ങളോടല്ലേ ബാധ്യത വേണ്ടൂ? വൻ തോക്കുകളെ എന്തിനു ഭയക്കണം? ഇന്ത്യയിൽ ഇത് നടപ്പിലാവുമോ? ഭ്രാന്തു പുലമ്പുന്നുവെന്നേ ആരും പറയൂ. ഒരുപക്ഷെ ഗാന്ധിജി ഉണ്ടായിരുന്നെങ്കിൽ. പെട്ടെന്നാണ് മൂടിക്കെട്ടിയ കാറുകളിൽ വന്നിറങ്ങിയ തോക്കുധാരികൾ ബലവാനെയും ഉദ്യോഗസ്ഥരെയും തടഞ്ഞു നിർത്തിയത്. റോഡിനു കുറുകെ അവരുടെ വാഹനവ്യൂഹം വഴി തടഞ്ഞിരിക്കുന്നു. തോക്കുധാരികളായ തെമ്മാടികൾക്ക് മുന്നിൽ ആജ്ഞാനുവർത്തിയെ പോലെ മുഖ്യ തിരഞ്ഞെടുപ്പ് അധികാരി നിന്നു. സംഘത്തലവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കേൾക്കണം. 90 ബൂത്തുകളിൽ 50 എണ്ണം ഞങ്ങൾ പിടിച്ചെടുക്കും. അവിടുത്തെ ബാലറ്റ് പെട്ടിയിൽ വീഴുന്നത് ഞങ്ങൾ ചെയ്യുന്ന വോട്ടുകളാണ്. ധൈര്യമുണ്ടോ നിങ്ങൾക്കും നിങ്ങളുടെ ആൾക്കാർക്കും അത് തടയാൻ? SL ബലവാൻ എന്ന തിരഞ്ഞെടുപ്പ് അധികാരിയുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. താൻ എത്ര ദുർബലനാണെന്ന് ശരിക്കും ബോധ്യമായിരിക്കുന്നു. ദുർബലനായ ബലവാൻ. ആത്മനിന്ദ ഉള്ളിൽ തന്നെ പതഞ്ഞമർന്നു. പൊയ്ക്കോ. ആ അലർച്ചയ്ക്കൊപ്പം തെമ്മാടികളുടെ വാഹനങ്ങൾ കാറ്റിൽ പൊടിപടലമുയർത്തി പാഞ്ഞു പോയി കഴിഞ്ഞിരുന്നു. വീണ്ടും യാത്ര തുടരവേ ബലവാന്റെ മനസ്സിൽ ശൂന്യതയുടെ ഭാരം മാത്രം. തിരഞ്ഞെടുപ്പ് ദിവസം വൈകിട്ട് TV വാർത്ത കാണുമ്പോൾ കേശിനിയുടെ ഉള്ളു പിടഞ്ഞു. വല്ല അക്രമ സംഭവവും.
ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചാൽ പോളിംഗ് പൊതുവെ ശാന്തമായിരുന്നു. 70% പോളിംഗ് രേഖപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് സമാധാനപൂർണമാക്കാൻ ക്ലേശങ്ങൾ സഹിച്ച് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചതായി വാർത്താ വായനക്കാരി അറിയിച്ചു. കേശിനി ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. വാർത്ത കായിക രംഗത്തേക്കും കാലാവസ്ഥയിലേക്കും തെന്നിമാറിയപ്പോൾ കേശിനിയുടെ അടിവയറ്റിൽ ആദ്യത്തെ കൺമണി ശക്തമായി ചവിട്ടുന്നുണ്ടായിരുന്നു. തിരക്കു കാരണം ഈയിടെയായി ഈ തുടിപ്പുകൾ കേൾക്കാൻ ഭർത്താവ് ചെവിയോർക്കാറില്ലെന്നത് അവൾ ഓർത്തു. എങ്കിലും ഉൾപ്പുളകത്തോടെ ഭർത്താവിന് ചായയൊരുക്കാൻ കേശിനി അടുക്കളയിലേക്ക് പോയി. അതുകൊണ്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് അധികാരിയുടെ ഓഫീസിൽ ബോംബ് സ്ഫോടനം വിശദവിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന ഒടുവിൽ കിട്ടിയതായി വായിച്ച വാർത്ത കേശിനി കേട്ടില്ല. ഭർത്താവിനാവശ്യമുള്ള മധുരം ചേർത്ത് ചായ ഫ്ലാസ്കിലാക്കി കേശിനി വീണ്ടും ടിവിക്ക് മുന്നിലെത്തിയപ്പോൾ വാർത്ത തീരുകയും വൈദ്യുതി നിലയ്ക്കുകയും അവൾക്ക് ചുറ്റും ഇരുട്ട് പടർന്നു കയറുകയും ചെയ്തു.